ഇതാ ഇന്നൊരു ഇഞ്ചിക്കറി ആട്ടോ ഉണ്ടാക്കിയത്. കാണാൻ നല്ല ഭംഗിയില്ലേ? ചോറുണ്ണാനും നല്ല സൂപ്പർ ആട്ടോ. ഞാൻ എങ്ങനെയാ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം, വന്നോളൂ. അതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ നമ്മൾ പായസത്തിനൊക്കെ അരിഞ്ഞ് വറുക്കുന്ന പോലെ ചെറുതായിട്ട് അരിഞ്ഞ് വറുത്തെടുക്കണം. തേങ്ങ വറുത്തെടുത്തു. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് 1.5 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ കടുക് ഇട്ടു കേട്ടോ. കടുക് പൊട്ടി വരുമ്പോ ഒരു 5 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ടു. അത് മൂത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒരു 250 ഗ്രാം ഇഞ്ചി എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ട് തീർത്തും നൈസായിട്ട് അരിഞ്ഞേക്കുന്നത്. അത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇനി ഈ കൂടെ തന്നെ പച്ചമുളക് ഒരു 5 പച്ചമുളക് അരിഞ്ഞതുണ്ട്, വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത്. അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. ഇത് നമ്മൾ തേങ്ങ വറക്കുമ്പോൾ തന്നെ ആദ്യത്തെ സ്റ്റെപ്പില് എണ്ണ ഇച്ചിരി കൂടുതൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാനൊരു 5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തായിരുന്നു. അപ്പൊ ആ എണ്ണയ്ക്കകത്ത് തേങ്ങ വറുത്തു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആ എണ്ണയ്ക്കകത്ത് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇഞ്ചി മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒത്തിരി മൂത്ത് പോവരുത്. ആ സമയത്ത് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്തു. പിന്നെ കായം, ഒരു കഷ്ണം കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. കായം, ശർക്കര, പുളിവെള്ളം. ഇനി രണ്ട് ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ കട്ടി മുളക് പൊടി, കാരണം പച്ചമുളക് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ തിളച്ച് കുറുകി വരണം. പുളിവെള്ളത്തിന്റെ കൂടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ശർക്കര, പുളി, എരിവ് എല്ലാം പിടിച്ച് കുറുകി വരണം. അതുവരെ വെയിറ്റ് ചെയ്യണം. ഇഞ്ചിക്കറി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 മതിയാവും. കായം നമ്മൾ ആദ്യമേ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ ആ കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് അതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഒത്തിരി കുറുകാൻ ഇരിക്കരുത്, കാരണം തണുക്കുമ്പോൾ കട്ടിയായി പോവും. അതുകൊണ്ട് കുറച്ച് വെള്ളം നിൽക്കുന്ന രീതിയിൽ സ്റ്റൗ ഓഫ് ആക്കണം. ഇഞ്ചിക്കറി ആയിട്ടുണ്ട്. ഉപ്പും പുളിയും എല്ലാം നോക്കി കറക്റ്റ് ചെയ്യണം. മധുരം ഞാൻ ഒരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്തു. എല്ലാം പാകത്തിനുണ്ട്. പിന്നെ ഞാൻ പുളിവെള്ളം ഒഴിച്ച് കൂടാണ്ട് കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തായിരുന്നു. ഇനി പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്ന രീതി മനസ്സിലായല്ലോ. എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ എന്റെ രീതിയിൽ ഞാൻ കാണിച്ചെന്നുള്ളൂ. എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓണത്തിന് ഇഞ്ചിക്കറി തീർച്ചയായിട്ടും എല്ലാവരുടെയും വീട്ടിലുണ്ടാവണം. ഓക്കെ, താങ്ക് യു.